അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. മൗലാന മൗദൂദിയുടെ ജീവിതത്തിൽ ഒരുപാട് വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടു. അതിൽ ഇസ്ലാമിക ലോകത്തെ തന്നെ പ്രധാന വിഭാഗമായ ഷിയഈ മുസ്ലിങ്ങളുടെ ജീവിതത്തെയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും അവരുടെ ചരിത്ര വായനയെക്കുറിച്ചുമുള്ള രചനകളും സംസാരങ്ങളുമെല്ലാം മൗലാന മൗദൂദിയുടെ പലവിധ രചനകളിലും പ്രഭാഷണങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാം. നമ്മൾ ഒരു സവിശേഷമായ ഒരു വിഷയം എന്ന നിലയിൽ ഇവിടെ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, മൗലാന മൗദൂദി ഷിയഈ സമൂഹമായി, പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ഷിയ സമൂഹമായി ഇടപഴകി ജീവിച്ച ഒരാളും കൂടിയിട്ടാണ്. അവരോട് വളരെ സൗമ്യമായി പെരുമാറുകയും പലപ്പോഴും പല രാഷ്ട്രീയ വേദികളിൽ ഒന്നിച്ചിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതായി പാകിസ്ഥാനിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതായത് ആശയപരമായും അതുപോലെ തന്നെ പലവിധ മതകീയമായ ചർച്ചകളിലും കാഴ്ചപ്പാടുകളിലും വളരെ വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നെങ്കിൽ പോലും ഷിയ സമൂഹമായി ഒരുപോലെ പല വിഷയങ്ങളിലും ഒന്നിച്ചിരിക്കുവാനും മൗലാന മൗദൂദിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് മൗലാന മൗദൂദി ഷിയ സമൂഹത്തെ എങ്ങനെ കണ്ടു എന്നും അവരുടെ വിശ്വാസ രീതികളെ, അവരുടെ ആശയങ്ങളെയും അപ്രോച്ചുകളെയും ചരിത്ര വിശദീകരണങ്ങളെയും മൗലാന മൗദൂദി എങ്ങനെ കണ്ടു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം ആവശ്യമായി വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം പ്രത്യേകമായി തന്നെ തിരഞ്ഞെടുത്തത്. പൊതുവേ നമ്മളെ ഒരു മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഷിയഈ വിഷയം എന്നത് വളരെ അപൂർവമായ, അപരവൽക്കരിക്കപ്പെടുന്ന, മാറ്റി നിർത്തുന്ന ഒരു വിഷയം കൂടാണ്. കാരണം നമ്മൾക്കിടയിൽ ഷിയാക്കൾ വളരെ കുറവായതുകൊണ്ടും സുന്നികൾക്കിടയിൽ തന്നെ ആവശ്യത്തിലധികം വിവാദങ്ങളും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടും നമ്മൾ ഈ ലോകത്ത് മാത്രം ഒതുങ്ങിക്കഴിയുന്നവരാണല്ലോ. അതുപോലെ തന്നെ ഫലസ്തീൻ പോലുള്ള എന്തെങ്കിലും വിഷയം വരുമ്പോഴോ, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോഴോ, ഇറാന്റെ പേര് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരു ഷിയഈ ചർച്ചകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ലോക ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഷിഈ വിഭാഗത്തെ കുറിച്ചിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനേക്കാളും അപ്പുറം, പലപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ വ്യതിരിക്തമായി മൗലാന മൗദൂദി സ്വന്തമായി തന്നെ ഒരു നിലപാടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. കാരണം സംഘടന എന്ന നിലയിൽ പലപ്പോഴും സലഫി അപ്രോച്ച് ജമാഅത്ത് ഇസ്ലാമി സ്വീകരിക്കുന്നു, സ്വന്തം പാർട്ടി സ്വീകരിക്കുന്നത് പിൽക്കാലത്ത് സംഭവിക്കുന്നുണ്ട് പല വിഷയങ്ങളിലും. എന്നാൽ അതിനേക്കാളും അപ്പുറം കുറച്ചും കൂടി തുറസായ, കുറച്ചും കൂടി എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാഴ്ചപ്പാടാണ് മൗലാന മൗദൂദി സ്വീകരിച്ചത്. എന്നിരുന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ ആഴത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, പ്രത്യേകിച്ച് ചരിത്രത്തിൻ്റെ വ്യാഖ്യാനത്തിലുള്ള വ്യത്യസ്തതകളാണ് ഷിയ സുന്നി സമൂഹങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്നതിനാൽ തന്നെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ജ്ഞാനം നമുക്ക് ഈ വിഷയം സംസാരിക്കുമ്പോൾ മൗദൂദി സാഹിബിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ആ കിതാബുകളെ കൈകാര്യം ചെയ്യുന്നതിലും ഈ വിഭാഗീയതയുടെ അടിസ്ഥാനത്തിൽ കിതാബുകളെ മുന്നിൽ വെച്ചുകൊണ്ട് അതൊരു ശരിയായ കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നതും നമുക്ക് മൗലാന മൗദൂദിയുടെ രചനകളിലും അഭിപ്രായങ്ങളിലും ഫത്വകളിലും നമുക്ക് കാണാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം വളരെ സവിശേഷമായി തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മുടെ വിഷയം മൗലാന മൗദൂദി ഷിയഈ വിഭാഗവും ചരിത്രാവലോകനവും എന്നുള്ള ആ ഒരു തലക്കെട്ടിലാണ് സംസാരിക്കുന്നത്. മൗലാന മൗദൂദി ഷിയ സമൂഹത്തെ അവരുടെ വളർച്ചയെയും അവരുടെ രൂപീകരണവും അതിൻ്റെ വളർച്ചയെയും അതിൽ വന്ന വിവിധ ആശയങ്ങളുടെ ഒരു ഫോർമേഷനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിവിധ ചർച്ചകളും എല്ലാം പ്രധാനമായും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് ഖിലാഫത്തും മുലൂക്കിയത്ത്, ഖിലാഫത്തും രാജവാഴ്ചയും എന്നുള്ള രചനയിലും അദ്ദേഹത്തിൻ്റെ തർജുമാനിലും അതിൽ തന്നെ രൂപപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹം അതിൽ തന്നെ മറുപടി കൊടുത്തിരുന്ന റസായിലോ മസായിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫത്വകളുടെ കളക്ഷനിലുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഷിയഈ വിഭാഗവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചർച്ചകളുടെ സമാഹാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൽ നിന്നെടുത്ത ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. മൗലാന മൗദൂദി ഷിയ വിഭാഗത്തിന്റെ ഒരു രൂപീകരണത്തെക്കുറിച്ച് തന്നെ പറയുന്നത്, അത് അലി റളിയല്ലാഹുവിനോട് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ബനു ഹാഷിം, അദ്ദേഹത്തിന്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ കൂടുതൽ ഖിലാഫത്തിന് അർഹൻ എന്ന നിലയിൽ അലി റളിയല്ലാഹുവിന് പരിഗണന കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നും പറയുന്നു. അതായത് ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹുവിനേക്കാളും അലി റളിയല്ലാഹുവിനാണ് പ്രാധാന്യം ഉണ്ടായിരുന്നതായി അവർ കണ്ടിരുന്നെന്ന് പറയുന്നു. അലി റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെയും പല ആൾക്കാരും
അലി റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കി പുകഴ്ത്തുമ്പോൾ അത് അധികം വേണ്ട എന്ന് തിരുത്തുന്നത് പോലും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്ന് വെച്ചാൽ അലി റളിയല്ലാഹു ജീവിച്ചിരിക്കുമ്പോൾ പോലും ഈ ഒരു വിഭാഗീയത, അലി റളിയല്ലാഹുവിന് കൂടുതൽ പൗരുഷ മഹിമ നൽകുവാൻ അവർ തുനിയുന്നുണ്ട്. അതിന് പ്രധാനമായ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ബാലൻ എന്ന നിലയിൽ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കസിൻ എന്ന നിലയിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ ഭർത്താവ് എന്ന നിലയിലും, ആ മുസ്ലിങ്ങളുടെ അന്നത്തെ സ്വഹാബികൾക്കിടയിലുള്ള ഹക്കീം, തത്വജ്ഞാനി എന്നുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. ഇസ്ലാമിക വിജ്ഞാനങ്ങൾ ഖുർആനിലും ഹദീസിലും ഫിഖഹിലും ഉണ്ടായിരുന്ന അപാരമായ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ഒരു വിഷയമായിരുന്നു. അതുപോലെ തന്നെ യുദ്ധമേഖലകളിൽ ഒരു ധീരത അത് അതിഭയങ്കരമായി തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ചില രൂപസാദൃശ്യങ്ങളും അങ്ങനെ അത് അതിനുശേഷം പിന്നീട് ഖലീഫയാവുന്നതും, അപ്പോൾ ഈ തരത്തിലുള്ള വിവിധ ബന്ധം, നബിയുടെ കുടുംബം അടക്കമുള്ള എല്ലാ തരത്തിലുള്ള സവിശേഷതകളും കാരണം കൂടുതൽ പൗരുഷ പിന്നീട് വന്ന ആൾക്കാർ അലി റളിയല്ലാഹുവിന് കൊടുത്തു എന്നതാണ് അതിന്റെ ഈ ഒരു വിഭാഗീയതയുടെ തുടക്കങ്ങൾക്ക് കാരണമായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നീട് അത് അലി റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള അദ്ദേഹത്തിന്റെ ഖിലാഫത്തിലേക്ക് എത്തുമ്പോൾ അവിടെ വിവിധ യുദ്ധങ്ങൾ ഉണ്ടാവുന്നു. അതായത് ആയിഷ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള യുദ്ധങ്ങളുടെ ആ ഒരു വിഭാഗീയത രൂപപ്പെടുന്നു. അതിന്റെ കൂടെ തന്നെ സിഫീൻ യുദ്ധത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള യുദ്ധത്തിൽ മറ്റൊരു വിഭാഗം രൂപപ്പെടുന്നു. ഖവാരിജുകളോടുള്ള ഏറ്റുമുട്ടൽ, അങ്ങനെ മറ്റൊരു, ഈ പലതരത്തിലുള്ള വിഭാഗീയതകൾ ഉണ്ടാവുന്നതോടുകൂടി അലി റളിയല്ലാഹുവിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ ഷിയാത്തു അലി എന്ന പേരിൽ ആയി മാറുകയും പിന്നീട് അതിൽ നിന്ന് വളർന്നു വലുതായി അലി റളിയല്ലാഹുവിനോട് നേരത്തെ വിശദീകരിച്ച മഹിമകളുടെ അടിസ്ഥാനത്തിലും കൂടുതൽ സ്ഥാനം നൽകുകയും പിന്നീട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇന്ന് കാണുന്ന തരത്തിലേക്കുള്ള ഒരു പെഴ്സോണ, ഒരു വ്യക്തിഗതമായി വളർന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ തരത്തിലാണ് അലി റളിയല്ലാഹുവിന്റെ ഒരു വളർച്ചയെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ മൗലാന മൗദൂദിയും അത് വിശദീകരിക്കുന്നത് കാണാം. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ഈ രചനകളിൽ മൗലാന മൗദൂദി അലി റളിയല്ലാഹുവിന്റെ പ്രധാന ഷിഈ മൂവ്മെന്റിന്റെ വളർച്ചയുടെ പ്രധാന ഘടകങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ ഷഹാദത്താണ്. അദ്ദേഹത്തിന്റെ ഷഹാദത്ത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ആ ഷഹാദത്തും അതിനോടനുബന്ധിച്ച അവിടെ ഉണ്ടായ സംഭവവികാസങ്ങളും ആ ഷഹാദത്തിനോടുള്ള കൂഫക്കാരുടെയും ബസ്രക്കാരുടെയും അവരുടെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളും അതിനനുസരിച്ച് രൂപപ്പെട്ട ഒരു 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 ചിത്രവും ഇതൊക്കെ തന്നെയും ഷിഈ മൂവ്മെന്റ് വളർച്ചയ്ക്ക് കാരണമായി. മറ്റൊന്ന് ബനു ഉമയ്യ ഡൈനാസ്റ്റിയുടെ തന്നെ, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പിന്നീട് തുടങ്ങിയ ബനു ഉമയ്യ ഡൈനാസ്റ്റിയുടെ തന്നെ ആ ഭരണകൂടത്തിന്റെ വിവിധ ഭരണകർത്താക്കൾ, ഖലീഫന്മാർ പ്രത്യേകിച്ച് അഹ്ലുബൈത്തിനോട് കാണിച്ചിരുന്ന മോശമായ നിലപാടുകളും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ ഇവർക്കെതിരെയുള്ള വിമത സ്വരങ്ങളുമെല്ലാം ഈ ഒരു ഷിഈ മൂവ്മെന്റിന്, വിമത റിബൽ ഗ്രൂപ്പ് എന്ന നിലയിൽ ഷിഈ മൂവ്മെന്റിന് വളർച്ചയ്ക്ക് പ്രധാന ആക്കം കൂട്ടുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റൊന്നാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളോട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു സിമ്പതി, അവരോടൊരു അനുകമ്പയും ഇതിന്റെ പ്രധാന കാരണമായി മാറുന്നുണ്ട്. കൂഫ പോലെ, ബസറ പോലെ, പ്രത്യേകിച്ച് അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശക്തി കേന്ദ്രങ്ങളായിരുന്നല്ലോ ഇവയെല്ലാം. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ചരിത്രപരമായി തന്നെ പല വിഷയങ്ങളിൽ, നേരത്തെ പറഞ്ഞ കർബല വിഷയമാവട്ടെ, അലി റളിയല്ലാഹുവിന്റെ ഷഹാദത്താവട്ടെ, ഈ യുദ്ധങ്ങളാവട്ടെ, ഇതെല്ലാം ഈ ഭാഗങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുകയും ആ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ഇറാഖിന്റെ ചുറ്റുപാടും ഭാഗങ്ങളിൽ അലി റളിയല്ലാഹുവിന്റെ അനുയായികൾ, അദ്ദേഹത്തോട് താല്പര്യം കാണിക്കുന്ന, അഹ്ലുബൈത്തിനോട് താല്പര്യം കാണിക്കുന്ന അനുയായികളുടെ ഒരു വളർച്ച നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇതാണ് ഷിഈ മൂവ്മെന്റിന്റെ ആദ്യഘട്ടങ്ങളിലെ വളർച്ചയിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. മൗലാന മൗദൂദി ഇതിങ്ങനെ അദ്ദേഹത്തിന്റെ രചനകൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷിഈ വിശ്വാസങ്ങളെയും അവരുടെ ആശയങ്ങളെയും മൗലാന മൗദൂദി പ്രധാനമായി എണ്ണുന്നത് നമുക്ക് കാണാം. അതൊന്ന് ഇമാമത്തുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇമാമത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുന്നി സമൂഹം, അതായത് പൊതുവെ ഇസ്ലാമിക സമൂഹം ഖിലാഫത്ത് എന്നതിനെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായും ഒരു സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ ലീഡർഷിപ്പ് എന്ന നിലയിൽ ഖിലാഫത്ത് എന്ന് പറയുന്ന ടെർമിനോളജിയെ ചൂസ് ചെയ്തപ്പോൾ, എന്നാൽ ഷിഈ വിഭാഗം അതിന് ഇമാമത്ത് എന്നുള്ള പദത്തെയാണ് ചൂസ് ചെയ്തത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അലി റളിയല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്ന എന്ന ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ആ ഒരു ഇമാമത്തിനെ അവർ തിരഞ്ഞെടുത്തത്. അതിൻ്റെ പോലെ തന്നെ ഇമാം എന്ന് പറയുന്നത് മാസൂമാണ്, ഒരു തരത്തിലും തെറ്റ് സംഭവിക്കാത്ത ഒരാളെന്ന നിലയിൽ എല്ലാ തെറ്റുകളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട,
ചെറുതോ വലുതുമായ എല്ലാ തെറ്റുകളിൽ നിന്നും സംരക്ഷിതനായ ഒരാളെന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒരു തെറ്റും ഒരു കുറ്റവും സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നേതാവാൻ അവരാണ് ഏറ്റവും കൂടുതൽ അവകാശം ഉള്ളത് എന്ന രീതിയിലേക്കാണ് മഅസൂമിയത്ത്, ഇസ്മത്ത് എന്ന് പറയുന്ന തെറ്റ് സംഭവിക്കില്ല എന്ന് പറയുന്ന ഒരു വിചാരത്തെ ഇവർ വിശദീകരിച്ച് കൊണ്ടുവന്നത്. അതിൻ്റെ കൂടെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന് ഈ ഒരു സമൂഹത്തിനിടയിൽ ഉണ്ടാകുന്ന ഒരു പൊതുവായ സ്ഥാനം, അലി റളിയല്ലാഹു അൻഹു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഫാത്തിമ, അലി, ഹസൻ, ഹുസൈൻ എന്ന് തുടങ്ങി ആ ഒരു കുടുംബത്തിന്റെ ഒരു ബന്ധം, അതിലൂടെ ഉണ്ടാവുന്ന ഒരു പിന്തുടർച്ചാവകാശം, അത് പ്രധാന ഭാഗമായും അത് നബിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയുന്ന ഒരു വാദവും, അതിൻ്റെ കൂടെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിലുള്ളവർക്കാണ് ഇമാമത്തിന്റെ അവകാശമുണ്ട് ഉള്ളത് എന്ന് പറയുന്ന വിശദീകരണവുമാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ന് മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഇവർക്കിടയിൽ വിവിധ ഗ്രൂപ്പുകളെ മൗലാന മൗദൂദി പൊതുവായി 3 വിഭാഗങ്ങളായി എണ്ണുന്നുണ്ട്. അതൊന്ന് വളരെ ഒരു മോഡറേറ്റ് ആയ, പ്രത്യേകിച്ച് ഈ സുന്നി വിഷയങ്ങളിലെല്ലാം കുറച്ചും കൂടി ഒരു മോഡറേറ്റ് നിലപാടെടുക്കുന്ന, സമചിതമായ നിലപാടെടുക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ ആദ്യത്തെ വിഭാഗത്തെ മൗലാന മൗദൂദി പരിചയപ്പെടുത്തുന്നുണ്ട്. അവരും മൗലാന മൗദൂദി നേരത്തെ പറഞ്ഞതുപോലെ അലി റളിയല്ലാഹു അൻഹുവിനാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ ആരെതിർക്കുന്നു അവരൊക്കെയും അള്ളാഹുവിന്റെ ശത്രുവായിട്ടാണ് ഇവർ കരുതുന്നത്. അലി റളിയല്ലാഹുവിനെതിരെ യുദ്ധം ചെയ്തവരൊക്കെയും മുനാഫിഖ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ നൽകുന്നതായി നമുക്ക് കാണാം. എന്നാൽ ഇവരുടെ കാഴ്ചപ്പാട് പ്രകാരം അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഖിലാഫത്ത് അംഗീകരിച്ചതും അവർക്ക് ബൈഅത്ത് പ്രതിജ്ഞ ചെയ്തതിനാലും അവരുടെ പിറകിൽ നിന്ന് നമസ്കരിച്ചതിനാലും പ്രാർത്ഥിച്ചതിനാലും അതുകൊണ്ട് നമ്മളും ചെയ്യണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ മാറ്റിവെച്ചാൽ ബാക്കിയൊക്കെയും ഏകദേശം തുല്യമാണ് എന്നാണ് ഇവർ അലി റളിയല്ലാഹുവിന് കൊടുക്കുന്ന ഒരു പൊസിഷൻ എന്ന നിലയിൽ മൗലാന മൗദൂദി വിശദീകരിക്കുന്നത്. രണ്ടാമത് വളരെ മുതശദ്ദിദായ ഗുലാത്ത് എന്ന് വളരെ അക്രമ നിലപാട് സ്വീകരിക്കുന്ന, തീവ്രമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗം ഇവർക്കിടയിൽ ഉണ്ടെന്ന് മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. അവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ഖലീഫമാരെ ശക്തമായ ഭാഷയിൽ, മോശമായ ഭാഷയിൽ ശപിക്കുകയും അവരെ തക്ഫീർ, ഇസ്ലാമിന് പുറത്തു പോയതായി പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തത് സെയ്ദിയ എന്ന വിഭാഗമാണ്. ഇന്നത്തെ യമനിലെ ഹൂത്തികളടക്കമുള്ള ഒരു വലിയ വിഭാഗമാണ് സെയ്ദി വിഭാഗം. അത് ഇമാം ഹുസൈൻ്റെ പേരക്കുട്ടിയായ സെയ്ദ് ബിൻ അലി ബിൻ ഹുസൈൻ, ഇമാം ഹുസൈൻ്റെ പേരക്കുട്ടിയായ സെയ്ദിനോട് ചേർത്തുകൊണ്ടാണ് ഈ ഒരു വിഭാഗം ഉണ്ടാവുന്നത്. അവരുടെയും കാഴ്ചപ്പാടിലും സ്വാഭാവികമായി എല്ലാ ഷിയ വിഭാഗങ്ങളെ പോലും ഇവർ കരുതുന്നത് അലി റളിയല്ലാഹു അൻഹു തന്നെയാണ് സുപ്പീരിയർ എങ്കിൽ പോലും ഈ സുപ്പീരിയറിന്റെ സാന്നിധ്യത്തിൽ തന്നെ അത്രയും സുപ്പീരിയർ അല്ലാത്ത, അത്രയും അധികാരഭാവമൊന്നുമില്ലാത്ത, ഉന്നമനല്ലാത്ത ഒരാൾക്കും എന്താവാം, ഇമാം ആവാം എന്നാണ് ഇവരുടെ തിയറി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ ഇമാമത്തുകൾ അവർ അംഗീകരിക്കുന്നതായും നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഇവരുടെ പ്രത്യേക കാഴ്ചപ്പാടില്ല. എന്നാലും ഇമാം എന്ന് പറയുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കൾ പരമ്പരയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവേണ്ടതെന്നാണ് ഈ സെയ്ദി വിഭാഗം കാണുന്നത്. സെയ്ദി വിഭാഗം ഏറെക്കുറെ അത് കൂട്ടത്തിൽ അത് സുന്നി വിഭാഗവുമായി ആശയങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. ഇതിൻ്റെ കൂടെ ധാരാളം വിഭാഗങ്ങളുണ്ട്. ഇസ്നാശിരി അടക്കമുള്ള, അതുപോലെ തന്നെ ഇസ്മായിലുള്ള, അസ്ബഹയിലുള്ള, നുസൈരികൾ, അങ്ങനെ വിവിധ വിഭാഗങ്ങൾ എല്ലാത്തിനെയും ചേർത്തുകൊണ്ടാണ് മൗലാന മൗദൂദി പ്രധാനമായും ഈ 3 ഗ്രൂപ്പ് എന്ന നിലയിൽ വകതിരിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു ഷിയഈ വിഭാഗത്തിന്റെ പ്രധാനമായും അലി റളിയല്ലാഹു അൻഹുവിനാണ് ഖിലാഫത്ത്, ഇമാമത്ത് കിട്ടേണ്ടതെന്ന് പറയുന്ന അവകാശവാദത്തിന്റെ പ്രധാന തെളിവായി അവർ ഉദ്ധരിക്കുന്നത് ഗദീർ ഖും എന്ന് പറയുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഖുതുബയിൽ പറഞ്ഞ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടാണ്. മൗലാന മൗദൂദി തർജുമാനുൽ ഖുർആനിൽ 1952 ജൂൺ ജൂലൈ മാസത്തിൽ ഇറക്കിയ പബ്ലിക്കേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു വിശദീകരണം അദ്ദേഹം നടത്തുന്നുണ്ട്. അതിൽ സഖലൈൻ എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. 2 ഭാരമുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് 2 ഭാരമുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉപേക്ഷിച്ച് തരുന്നത്. അത് ഒന്ന് അള്ളാഹുവിന്റെ കിതാബുമാണ്, 2 അഹ്ലു ബൈത്താണ്. അതിന് നിങ്ങൾ ശക്തമായി പിടിച്ചു നിൽക്കണമെന്ന് പറയുന്നുണ്ട്. അതിൽ ഹദീസ് പ്രകാരം യാ അയ്യുഹന്നാസ് ഇന്നി ഖദ് തറക്തു ഫീകും മാ ഇൻ അഖൽതും ബിഹി ലൻ തദല്ലു കിതാബല്ലാഹ് വ ഇത്രതി അഹ്ലു ബൈത്തി.
അതായത് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്, ഒന്ന് അള്ളാഹുവിന്റെ കിതാബും മറ്റൊന്ന് എൻ്റെ കുടുംബവും അഹ്ലുബൈത്തുമാണ് എന്ന് നബി പറഞ്ഞതായിട്ടുള്ള ഹദീസ് ഉണ്ട്. ഇത് സഹിയായ ഹദീസാണെന്നാണ് പലരും പറയുന്നത്. മൗലാന മൗദൂദി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഇതേ ആശയമുള്ള പല റിപ്പോർട്ടുകളുമുണ്ട്. അതിൽ ശരിയായതും അത് ദുർബലമായ ഹദീസുകളെ മൗലാന മൗദൂദി ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ സഹീഹ് മുസ്ലിമില് സെയ്ദ് ബിൻ അർക്കം റളിയല്ലാഹുവിൽ നിന്ന് രൂപപ്പെട്ട ആ കണക്ട് ചെയ്യപ്പെട്ട ഹദീസിൽ മൗലാന മൗദൂദി അവലോകനം ചെയ്തുകൊണ്ട് അത് പറയുന്നുണ്ട്. ആ ഹദീസിൽ മൗലാന മൗദൂദി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, അഹ്ലുബൈത്തിനെ അവിടെ പരാമർശിക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തെ നിങ്ങൾ പിൻപറ്റണം എന്ന രീതിയിലാണ് ആ ഹദീസിൽ മൗലാന മൗദൂദി പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. അതേസമയം തന്നെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മൗലാന മൗദൂദി അത് പറയുന്നുണ്ട്. ഹദീസ് ഇത് അലിയുടെ കുടുംബത്തെ മാത്രം, അലി റളിയല്ലാഹുവിന്റെ കുടുംബത്തെ മാത്രം കേന്ദ്രീകരിക്കുന്നതല്ല. കാരണം അഹ്ലുബൈത്ത് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു ലോകമുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അതിൽ വരുന്നു. ജാഫർ ബിൻ അബി താലിബ് അഹ്ലുബൈത്തിൽ പെടുന്ന ആളാണ്. അഖീൽ ബിൻ അബി താലിബ് മറ്റൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്കിൾ അഖീൽ ബിൻ അബി താലിബ് അതിൽ പെടുന്ന ആളാണ്, കസിൻ. അതുപോലെ തന്നെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്കിൾ അബ്ബാസ് അതിൽ പെടുന്നവരാണ്. ബനു ഹാഷിം, ഇസ്ലാം സ്വീകരിച്ച ബനു ഹാഷിം കുടുംബക്കാരെല്ലാം ഈ തരത്തിൽ എന്താണ് അഹ്ലുബൈത്തിൽ പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ അഹ്ലുബൈത്ത് എന്ന് പറയുമ്പോൾ അത് അലിയുടെ കുടുംബത്തിലേക്കോ അല്ലെങ്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിലേക്കോ മാത്രമല്ല, അത് ഈ പറയുന്ന എല്ലാവരും അടങ്ങുന്നതാണ് അഹ്ലുൽ കിതാബ് എന്ന് അഹ്ലുൽ ബൈത്ത് എന്ന് മൗലാന മൗദൂദി വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ മൗലാന മൗദൂദി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റു ഹദീസും കൂടി എടുത്ത് പറയുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രധാനമായും പറഞ്ഞ തറക്തു ഫീക്കും അംറൈൻ, നിങ്ങൾക്കിടയിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്, അത് എൻ്റെ കിതാബും എൻ്റെ സുന്നത്തുമാണ്. അതിനുശേഷം വീണ്ടും ചേർത്ത് പറഞ്ഞത് ഖുലഫാഉ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന് പറയുന്ന ഹദീസും ഉണ്ടല്ലോ. അതായത് സച്ചരിതരായ ഖലീഫമാരെ ഒരു പ്രവചനം പോലും ഹദീസുകൾ നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ അസ്ഹാബി കൻ നുജൂം എന്ന രീതിയിൽ എൻ്റെ അനുയായികൾ താരകങ്ങളെ പോലെയാണ്, അവരെല്ലാവരും നിങ്ങൾ തീർച്ചയായും പിൻപറ്റണം എന്ന് പറയുന്ന ഹദീസുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കുടുംബത്തെ മാത്രം കേന്ദ്രീകരിക്കുക എന്നത് അത് ശരിയല്ല എന്ന് മൗലാന മൗദൂദി അതെടുത്ത് പറയുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ ഒരു നിയോഗത്തിൽ അത്രയും ആൾക്കാരെ വളർത്തിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ബന്ധുവിലേക്ക് അധികാരം കേന്ദ്രീകരിച്ച് കൊടുക്കുക എന്നത് വളരെ ശരിയല്ല. അതിൻ്റെ കൂടെ അദ്ദേഹം പോയിന്റ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അബൂബക്കർ സിദ്ദീഖ് ആവട്ടെ, ഉസ്മാന്, ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള നിരവധി അടുത്ത സഹാബികൾ ഇതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പോലെ തന്നെ കൂടെ നിന്നവരാണ് എന്ന് മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. മറ്റു ചില ഭാഗങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകതയെ മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി മാറിയത്? ഉമർ റളിയല്ലാഹു അൻഹു എടുത്തു പറഞ്ഞ ചില പോയിന്റുകൾ ഉണ്ടല്ലോ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാന്നിധ്യത്തിൽ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ, നബിയുടെ കൂടെ നടന്ന ആൾ, ആദ്യത്തെ ഇസ്ലാം സ്വീകരിച്ച ആൾ, അങ്ങനെ ധാരാളം പോരിഷകൾ പറഞ്ഞുകൊണ്ടാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അംഗീകരിച്ച പോരിഷകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കി മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഇവരൊക്കെയും ഉള്ളപ്പോൾ തന്നെ അലി റളിയല്ലാഹുവിന്റെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചവർ ഇവർ തന്നെയാണെന്ന് മൗലാന മൗദൂദി ആ ഹദീസുമായി ബന്ധപ്പെട്ട് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഇങ്ങനെ ഈ സ്വഹാബികളെ നിരസിക്കുന്ന ആൾക്കാർ, അതായത് അഹ്ലുബൈത്തിന്റെ അവകാശവാദങ്ങളെ, ഈ ഷിഈ വിഭാഗത്തിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളയുന്നവരെല്ലാം അത് മുനാഫിക്കുകളാണ് എന്ന തരത്തിലുള്ള ഒരു വായന ഇവർക്കിടയിൽ രൂപപ്പെട്ടിരുന്നു. മൗലാന മൗദൂദി ശക്തമായി തന്നെ അത് തള്ളിക്കളയുകയും അത് ചരിത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ അവകാശവാദത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ നിരൂപണങ്ങളിൽ കാണാം. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, ഇവിടെ അഹ്ലു കിതാബ്, അഹ്ലുൽ ബൈത്ത്, സുന്നി ചർച്ചകളിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മൗലാന മൗദൂദി സൂചിപ്പിക്കുന്നത്, ഷിയഈ പണ്ഡിതന്മാരെയോ അല്ലെങ്കിൽ അവരുടെ ഇമാമുമാരെയോ ഒന്നും സുന്നി പണ്ഡിതന്മാരും ഇമാമുമാരും ഒരിക്കലും ചർച്ച ചെയ്യുകയോ അവരുടെ വൈജ്ഞാനിക ഫിഖ്ഹി, അഖീദ അടക്കമുള്ള വിഷയങ്ങളിലും റെഫർ ചെയ്യുകയോ ചെയ്തിട്ടില്ല, അവലംബിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ആരോപണം പ്രധാനമായും ഷിയഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. മൗലാന മൗദൂദി അതിനും മറുപടി പറയുന്നത് നമുക്ക് കാണാം. കാരണം ചരിത്രത്തിൽ അത് വളരെ തെറ്റായ കാര്യമാണ്. കാരണം സുന്നി പണ്ഡിതന്മാർ അഹ്ലുബൈത്തുകാരിൽ നിന്നും
അല്ലാത്ത മറ്റുള്ളവരിൽ നിന്നും ഒരുപോലെ തന്നെ വൈജ്ഞാനികമായി സോഴ്സുകളായി സ്വീകരിച്ചത് മൗലാന മൗദൂദി എണ്ണി പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇമാം അബു ഹനീഫ റഹിമഹുല്ലാ, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കാലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരായ പേരക്കുട്ടികളായ ഇമാം മുഹമ്മദ് ബാഖിർ, ഇമാം ജാഫർ സാദിഖ്, അതുപോലെ തന്നെ സൈനുൽ ആബ്ദീൻ ഇബ്നു ഹുസൈൻ, മുഹമ്മദ് ഇബ്നു ഹനഫിയ അടക്കമുള്ള അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട അഹ്ലുബൈത്ത് ഫാമിലിയിലെ പണ്ഡിതന്മാരെയും താബികളെയും എല്ലാം ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ റെഫറൻസായി സ്വീകരിച്ചതായി മൗലാന മൗദൂദി എണ്ണുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം നമുക്കറിയാം, ഇമാം ഷാഫിയുടെ ഉസ്താദായിരുന്നു നഫീസത്തുൽ മിസ്രിയ. അതായത് ജാഫർ സാദിഖിന്റെ മകളായ നഫീസത്തുൽ മിസ്രിയ ഇമാം ഷാഫിയുടെ ഉസ്താദായിരുന്നു. അതായത് മൗലാന മൗദൂദി ഇത് പറയുന്നത് സാധാരണ ആരോപണത്തെ തള്ളിക്കളയാണ്. സുന്നി പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അത് ആദ്യകാലങ്ങളിൽ അവരുടെ ഉസ്താദുമാരും എല്ലാവരും ആരായിരുന്നു? ഈ പറയുന്ന അഹ്ലു ബൈത്തിന്റെ ലീഡേഴ്സ് തന്നെ ആയിരുന്നു എന്നാണ് മൗലാന മൗദൂദി അത് പ്രത്യേകമായി എടുത്ത് പറയുന്നത്. അതിൻ്റെ കൂടെ അടുത്ത പ്രധാനപ്പെട്ട വിഷയം, ഇങ്ങനെ സ്വീകരിക്കുന്നതിൽ, അതായത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അവർ പണ്ഡിതന്മാരെ മറ്റുള്ളവരെയും അവലംബിക്കുന്നതിൽ അവരുടെ ഭൗതിക നിലവാരം അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതായത് അഹ്ലി കിതാബിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് അത് നിഫാഖിൻ്റെയോ അല്ലെങ്കിൽ കുറച്ചും കൂടി തീവ്രമായി പറഞ്ഞാൽ ചില വിഭാഗക്കാരുടെ അഭിപ്രായത്തിൽ ഇസ്ലാമിന് പുറത്തു പോകുന്നതാണെന്നൊക്കെ ചില കാഴ്ചപ്പാടുകളുണ്ട്. അതിന് മറുപടി എന്ന നിലയിൽ മൗലാന മൗദൂദി പറയുകയാണ്, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, എല്ലാവരും എല്ലാ കാര്യത്തിലും ഒരുപോലെ എഗ്രി ചെയ്യുക എന്നത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. പക്ഷേ മൗലികമായ കാര്യങ്ങളിൽ ഒന്നിക്കുകയും എന്നാൽ അതേസമയം തന്നെ ഭാഗികമായ ശാഖാപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യുക എന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണെന്നും ഇത് തന്നെയാണ് അഹ്ലുബൈത്തുകാരായ പണ്ഡിതന്മാരോടും നേതാക്കന്മാരോടും സുന്നി ലോകത്തുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരുടെയും സമീപനമായിരുന്നതെന്ന് മൗലാന മൗദൂദി ഈ വിഷയം പറഞ്ഞുകൊണ്ട് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന് അല്ലെങ്കിൽ ഇമാമത്തിന്റെ വാദം പറയുന്നത്. ആ ഒരു ഹദീസിനെയാണ് മൗലാന മൗദൂദി ഇവിടെ അവലോകനം ചെയ്തത്. ഇനി നമുക്ക് അലി റളിയല്ലാഹു അൻഹു അതെങ്ങനെയായിരുന്നു സ്വീകരിച്ചത് എന്ന് മൗലാന മൗദൂദി വിശദീകരിക്കുന്നതിലേക്ക് പോവാം. കാരണം ഇതിന്റെ ഒരു പ്രധാന കൺസെപ്റ്റ് എന്ന് പറയുന്നത് യാക്കൂബിയുടെ ചരിത്ര രചനയിലും അതുപോലെ തന്നെ ഇബ്നു ഖുതൈബയുടെ അൽ ഇമാമ വസിയാസ എന്ന് പറയുന്ന രചനയിലും ഈ ഒരു ഷിയഈ നരേഷൻ അങ്ങനെ നമുക്ക് പരാമർശിക്കുന്നത് കാണാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടു കൂടി എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ അടുത്ത ഫാമിലി അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അത് ഖബറടക്കാനുള്ള തിരക്കിനിടയിൽ ബാക്കിയുള്ള സഹാബികളെല്ലാവരും പെട്ടെന്ന് അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് ചില പരാമർശങ്ങൾ ഈ കിതാബുകളിൽ കാണാം. അങ്ങനെ അധികാരം പിടിച്ചെടുത്തിട്ട് അലിക്ക് കിട്ടേണ്ട, അലി റളിയല്ലാഹു അൻഹു കിട്ടേണ്ട അധികാരത്തെ തള്ളിക്കളയുകയായിരുന്നു ചെയ്തത് എന്ന രീതിയിലാണ്. അത് മാത്രമല്ല ഈ പറയുന്ന ചരിത്ര ഗ്രന്ഥങ്ങളുടെ പ്രകാരം ഫാത്തിമ റളിയല്ലാഹു അൻഹയും അടക്കം ഇങ്ങനെ അവരുടെ ആൾക്കാരുടെ, അതായത് അവരുടെ കുടുംബക്കാരെയൊക്കെ പോയി കാണുകയും ഈ ഒരു അലിക്ക് കിട്ടേണ്ട അധികാരത്തെക്കുറിച്ച് പോലും ഇടപെട്ടതായി പോലും ചില ചരിത്ര രചനകളിൽ സൂചനയുണ്ട് എന്നതായി മൗലാന മൗദൂദി പറയുന്നു. പക്ഷേ അതിന്റെ വിശദീകരണമായി ആ ഒരു സംഭവത്തിന്റെ അനലൈസ് ചെയ്തുകൊണ്ട് മൗലാന മൗദൂദി പറയുന്നുണ്ട്, അതായത് അവരെങ്ങനെയാണ്, അതായത് അഹ്ലു ബൈത്തിനെ കുറിച്ചിട്ടുള്ള അവരുടെ അലിയുടെ അധികാരത്തിന്റെ അവകാശത്തെക്കുറിച്ച് ഇവരെന്താണ് ചെയ്തതെന്നാണ് മൗലാന മൗദൂദി എടുത്ത് പറയുന്നത്. ഇതാണ് ചരിത്ര വായന എന്ന് മൗലാന മൗദൂദി പറയുന്നത്. ഇവരെല്ലാം ബാക്കിയുള്ള ആൾക്കാർക്ക് പോയി ചർച്ച ചെയ്യുകയും എന്നിട്ട് വിവിധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്കിടയിൽ പോയി അവരോട് അലിക്ക് വേണ്ടി സംസാരിക്കാൻ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ പൊതുജന മധ്യത്തിൽ അലി റളിയല്ലാഹുവിന്റെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്തു എന്നും അതുപോലെ തന്നെ ഈ മദീനയും മക്ക അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ അലി റളിയല്ലാഹു അൻഹുയും അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയും പല ഭാഗങ്ങളിൽ പോയി യാത്ര ചെയ്തിട്ട് അവരുടെ ജനപിന്തുണ നേടാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ചില ചരിത്ര വായനകൾ ഉള്ളത്. മൗലാന മൗദൂദി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വിശദീകരിക്കുന്നത് കാണാം. അതായത് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം ഇതൊന്നും ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു ഇദ്ദേഹത്തിന്റെ ഈ പ്രയത്നങ്ങളൊക്കെ നിഷ്ഫലമായപ്പോൾ അത് വളരെ നിരാശനായിക്കൊണ്ട് അവസാനം അലി റളിയല്ലാഹു അൻഹു ഇവരുടെ അധികാരത്തെ അംഗീകരിക്കുകയായിരുന്നു എന്നാണ് ഈ ഷിയഈ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ആ ഒരു അലി പക്ഷക്കാരായ ആൾക്കാർ ഈ ഒരു വിഷയത്തെ വിശദീകരിച്ചത്. എന്നാൽ
മൗലാന മൗദൂദി അതിന് മറുപടിയായി ആ സംഭവത്തെ അവലോകനം ചെയ്യുന്നത് കാണാം. ഈ ചരിത്ര വായനയെ മൗലാന മൗദൂദി അവലോകനം ചെയ്യുന്നത് കാണാം. ഇത് വളരെ തെറ്റായ കാഴ്ചപ്പാടാണ്. കാരണം അത് ഖുർആനിൽ നിന്നും അത് നബിയുടെ സുന്നത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ വിരോധാഭാസമുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇതെന്ന് മൗലാന മൗദൂദി പറയുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10-23 വർഷം പല ഭാഗങ്ങളിലായി ട്രെയിൻ ചെയ്യപ്പെട്ട, ബദറും ഉഹുദും ഹുനൈനും അടക്കമുള്ള യുദ്ധങ്ങൾ ജയിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ധാർമ്മികമായ ചിന്താപരമായ ലക്ഷ്യങ്ങളെക്കുറിച്ചും നിയത്തുകളെക്കുറിച്ചും താല്പര്യങ്ങളും രീതിശാസ്ത്രങ്ങളെല്ലാം പഠിച്ചെടുത്ത ഒരു വിഭാഗം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വഫാത്തോടു കൂടി ഒരു അധികാരമോഹികളാവുന്ന ഭൗതിക ആർത്തിയുള്ള ആൾക്കാരായി മാറുന്നു എന്നത് വളരെ തെറ്റായ വായനയാണെന്ന് മൗദൂദി സാഹിബ് അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് അങ്ങനെ ഒരു വായന നടത്തുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അലി റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ആൾക്കാരുടെ സ്വഭാവത്തെ തന്നെ ഇവർ തന്നെ മോശമായി ചിത്രീകരിക്കുകയാണ്. അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശരിയായ പഠനങ്ങളിൽ നിന്ന് അവരെ അകറ്റാനുള്ള വായന കൂടിയിട്ടാണ് ഈ അലീനെയും അലിയുടെ അഹ്ലുബൈത്ത് ഫാമിലിയെയും അത് ഭൗതിക താല്പര്യത്തിന്റെ അടിമകളായി ചിത്രീകരിക്കാൻ ഒരു വായന മാത്രമാണ് എന്ന രീതിയിൽ മൗലാന മൗദൂദി അതിനെ വിശദീകരിക്കുന്നുണ്ട്. കാരണം നേതൃത്വത്തെ അംഗീകരിക്കുക അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠനങ്ങളെ അംഗീകരിക്കുക എന്നതൊക്കെയും അത് വളരെ നിസ്സാരമായി കാണുകയും ഖുർആനിനെ ജസ്റ്റ് ഒരു കാവ്യാത്മകമായ വാക്കുകളായി കണ്ടു ആ ഒരു രീതിയിലായിരിക്കും അങ്ങനെ ആ വായന ശരിയാണെങ്കിൽ അങ്ങനെയുള്ളവരായി മാറി എന്ന് പറയുന്ന ഒരു വായന നമുക്ക് നടത്തേണ്ടി വരും. പക്ഷെ അത് മൗലാന മൗദൂദി പറയുന്നത് അത് അവരുടെ വ്യക്തിത്വത്തെയും അവരുടെ സംഭാവനകളെയും വില കുറച്ച് കാണിക്കുകയും അവരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു വായനയാണ് എന്നാണ് മൗലാന മൗദൂദി അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അത് മാത്രമല്ല, ഈ ഹദീസിനെ അങ്ങനെ അവലോകനം ചെയ്തതിനു ശേഷം മൗലാന മൗദൂദി അലി റളിയല്ലാഹു അൻഹു ഈ ഖിലാഫത്തിനെ സ്വീകരിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടുകളും കൂടി മൗലാന മൗദൂദി എടുത്ത് പറയുന്നുണ്ട്. അത് ഇമാം തൊബരി അദ്ദേഹത്തിന്റെ താരീഖ് തൊബരിയിൽ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് മൗലാന മൗദൂദി എടുത്ത് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഈ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് പ്രഖ്യാപനത്തോടുകൂടി ഇതറിഞ്ഞ അലി റളിയല്ലാഹു ഷർട്ട് പോലും ഇടാതെ, അതായത് ഒറ്റ ഷർട്ട് മാത്രം ഇട്ടുകൊണ്ട് ആവശ്യത്തിന് ഡ്രസ്സ് ഇടാതെ വളരെ പെട്ടെന്ന് അവിടെ എത്തുകയും അതുപോലെ തന്നെ ആ ഒരു ഗ്യാതറിങ്ങിൽ കൂടെ ഇരിക്കുകയും അവിടെ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ബൈഅത്ത് പ്രതിജ്ഞ ചെയ്യാൻ ചെയ്ത ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്ന ഇമാം തൊബരിയുടെ റിപ്പോർട്ട് മൗലാന മൗദൂദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബൈഹഖിയുടെ ചരിത്ര രചനയിൽ ഇതേ ഒരു സംഭവം പറയുന്നുണ്ട്. അതായത് സുബൈർ റളിയല്ലാഹു അൻഹു കുറച്ച് വൈകി വരുന്നു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, എന്താണ് നീ മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാറി നിന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ സുബൈർ റളിയല്ലാഹു സോറി പറയുകയും മാപ്പ് പറയുകയും അവിടെ ബൈഅത്ത് ചെയ്യുകയും ചെയ്യുന്നത് കാണാം. ഇതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെയും ബൈഹഖിയുടെ തന്നെ ആ ഒരു ചരിത്ര വായനയിൽ അലി റളിയല്ലാഹു അൻഹുവും ഇതേപോലെ വൈകി വരുന്നു. അബൂബക്കർ റളിയല്ലാഹു ഇതേ ചോദ്യം അദ്ദേഹത്തോടും ചോദിക്കുന്നു. അദ്ദേഹവും ഇതേപോലെ മാപ്പ് പറഞ്ഞുകൊണ്ട് ബൈഅത്ത് ചെയ്യുന്നതായി പറയുന്നു. അപ്പൊ ഈ രണ്ട് റിപ്പോർട്ടുകളിലും, അതായത് ഇമാം തൊബരിയുടെ റിപ്പോർട്ടിലും അല്ലെങ്കിൽ ഇമാം ബൈഹഖിയുടെ ചരിത്ര വായനയിലും എന്ത് തന്നെയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവർ ബൈഅത്ത് ചെയ്തു എന്ന് പറയുന്ന ഒരു സൂചനയാണ് ഇതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ബാക്കിയുള്ള ചരിത്ര വായനയിൽ പോലും എല്ലാവരെയും, അതായത് അലി റളിയല്ലാഹുവിന്റെ ആവട്ടെ സുബൈറിന്റെ ആവട്ടെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പ്രഭാഷണം ഒക്കെ നടക്കുമ്പോൾ പോലും എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുകയും ആ പ്രഭാഷണം കേട്ടിരിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. അതായത് അലി റളിയല്ലാഹു അധിക വൈകാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഷീ ചരിത്ര രചനകൾക്ക് വ്യത്യസ്തമായി വളരെ പെട്ടെന്ന് തന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് അംഗീകരിക്കുകയും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു എന്നാണ് മൗലാന മൗദൂദി ചരിത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ വേറെയും ചില വായനകളുണ്ട്. കുറച്ച് വൈകിട്ടാണ് അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത്. ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായ വ നിഹായ ആ ഒരു അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു തമ്മിലുള്ള ഒരു പിണക്കത്തെ ചരിത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനന്തരമായി കിട്ടിയ ഒരു സ്വത്തുമായി ബന്ധപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ഒരു പിണക്കമുണ്ട്. അതിന്റെ പേരിൽ അദ്ദേഹം കുറച്ചു കാലം അകത്തിരിക്കുകയും പിന്നെ അതിനുശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണം കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പ്രതിജ്ഞ ചെയ്യുകയും എല്ലാ കാര്യത്തിലും ഇടപെടുകയും ചെയ്തു എന്ന് പറയുന്ന
ഇബ്നു കസീർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ ബറിന്റെ അൽ ഇസ്തിഅദാബിൽ അദ്ദേഹം ഇതേ ഒരു സംഭവം തന്നെ പറയുന്നുണ്ട്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ പശ്ചാത്തലത്തിൽ അലി റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട്, ഈ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഒരു ഗോത്രത്തിന്റെ ആളാണല്ലോ, നമ്മളെക്കാളും നമ്മുടെയൊക്കെ വലിയ ഗോത്രങ്ങളെ നമ്മുടെ മേലൊക്കെയും അധികാരം കിട്ടിയത്, ഇനി അലിയെങ്ങാനും അതിന് തയ്യാറാവുകയാണെങ്കിൽ ഞാൻ മുഴുവൻ സൈന്യത്തെയും ശക്തിയൊക്കെ നിന്റെ പുറകിൽ തരാം എന്ന് ഒരു ഓഫർ ചെയ്തപ്പോൾ അലി റളിയല്ലാഹു ശക്തമായി അതിനെ തള്ളിക്കളയുകയും എന്നിട്ട് പറയുന്നുണ്ട്, അബൂ സുഫിയാനോട് പറയുന്നുണ്ട്, നീ ആ ജീവിതകാലം മുഴുവനും ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു, അതുപോലെ തന്നെ എന്നിട്ടും ഒരിക്കലും എന്താവുന്നിട്ടില്ല, ഇസ്ലാമിന് ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു പറയുന്നുണ്ട്, ഞങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിനാണ് ഈ ഒരു പൊസിഷനിൽ അധികാരമുള്ളതും അവകാശമുള്ളതും ഞങ്ങൾക്ക് ശരിയായിട്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട്, അത് മാത്രമല്ല കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അബൂ സുഫിയാനെ മടക്കി അയക്കുന്ന ഒരു സംഭവവും ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഷിഈ ചരിത്ര വായനകൾക്ക് നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥ ആദ്യകാല മുഖ്യധാര കിതാബുകളിൽ പോലും അലി റളിയല്ലാഹു അടക്കം തന്നെ കുറച്ച് വൈകിട്ടാണെങ്കിൽ പോലും, വൈകിയാണോ ഇല്ലയോ എന്നുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും, വൈകിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് അംഗീകരിച്ചിരുന്നു എന്നാണ് വായന പറയുന്നത്. ഇത് മൗലാന മൗദൂദി ഈ ഒരു വിഷയം പരാമർശിച്ചുകൊണ്ട് അവരുടെ, അതായത് ഷിഈ വാദങ്ങളെ ചെറുക്കുന്ന ഒരു തെളിവുകൾ നമുക്ക് രചനയിൽ, അദ്ദേഹത്തിന്റെ രചനകളിലും ഫത്വകളിലും കാണാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഷിഈ മൂവ്മെന്റിന് അറബ് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വലിയ ഒരു സ്വാധീനം നൽകുന്നതിൽ ഇമാം ഹുസൈനുമായി ബന്ധപ്പെട്ട, ഹുസൈൻ റളിയല്ലാഹുവിനുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അതും കൂടി നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. യസീദിന്റെ കാലത്തിൽ, യസീദ് ബിൻ മുആവിയയുടെ ഭരണം, അദ്ദേഹം ആ ഭരണത്തിൽ അഹ്ലി കിതാബ് നേരിടുന്ന ചില വെല്ലുവിളികൾ, അതുപോലെ തന്നെ ഷൂറ സംവിധാനം ഇല്ലാതെ തന്നെ മകനെ തിരഞ്ഞെടുക്കുന്ന ഒരവസ്ഥ, അയാൾ ഖലീഫയായി മാറുന്ന അവസ്ഥ, ഇതിനൊക്കെ ശക്തമായി ചെറുത്തുകൊണ്ട് പൊതുജന മധ്യത്തിൽ ഒരു അഭിപ്രായം രൂപീകരിക്കുകയും അങ്ങനെ ഒരു വിപ്ലവത്തിന് ഇറങ്ങി പുറപ്പെട്ട ആളെന്ന നിലയിലാണ് ഇമാം ഹുസൈൻ റളിയല്ലാഹുവിനെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം, യസീദ്, മൗലാന മൗദൂദിയും യസീദിനെ ഈ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത്. അതായത് ഇമാം ഹുസൈൻ വധിക്കപ്പെട്ട അതിന് കാരണക്കാരനായ, അതിന് നേതൃത്വം ഉണ്ടായിരുന്ന ഖലീഫ എന്ന നിലയിലും, അതുപോലെ തന്നെ ആ ഒരു സംഭവത്തോട് യസീദിന്റെ വളരെ തണുത്ത പ്രതികരണവും, ഇതൊക്കെ കൊണ്ട് തന്നെ യസീദിനെ ഈ ഒരു സാഹചര്യത്തിൽ എതിർപക്ഷത്താണ് മൗലാന മൗദൂദി വെക്കുന്നത്. എന്നാൽ മൗലാന മൗദൂദിക്ക് കാഴ്ചപ്പാടിനേക്കാളും അപ്പുറം ഇസ്ലാമിക ചരിത്രത്തിൽ യസീദുമായി ബന്ധപ്പെട്ട 3 കാഴ്ചപ്പാടുകളാണ് പൊതുവെ ഇസ്ലാമിക ലോകത്തുള്ളത്. അതിൽ ഒന്ന്, യസീദിനെ വളരെ മഹാനായി ചിത്രീകരിക്കുന്ന, താബി എന്ന് പറയുന്ന പൊസിഷൻ കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഒരുപാട് സഹാബിമാർ, ഏകദേശം 300ഓളം സഹാബിമാർ അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് ഇമാമത്ത് നിന്നതായും, അതിൻ്റെ കൂടെ തന്നെ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനമുണ്ടല്ലോ, കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്ന സൈന്യവുമായി ബന്ധപ്പെട്ട്, അത് ആ കാലത്തും യുദ്ധങ്ങൾ നടന്നിരുന്നു. അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിൾ പോയ സൈന്യാധിപനായും യസീദ് മാറിയിട്ടുണ്ട്. അങ്ങനെയും അത് മാത്രമല്ല, ഖുർആനുമായും ഇസ്ലാമുമായും നല്ല അടുത്ത ഒരു നല്ല മോറൽ, ധാർമ്മിക അവകാശങ്ങളുള്ള ഒരാളെന്ന നിലയിൽ യസീദിനെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മറ്റൊന്ന്, യസീദിനോട് ക്രിട്ടിക്കലായി കാണണമെന്ന് പറയുന്ന പ്രശ്നങ്ങളുണ്ട്, എന്നാൽ യസീദിനെ പഴി പറയരുത് എന്ന് പറയുന്ന കാഴ്ചപ്പാട്. മൂന്നാമത്തെ വിഭാഗമാണ് യസീദിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാർ. ഒരുപക്ഷെ മൗലാന മൗദൂദി ഈ 2ഉം 3ഉം നിലപാട് ഒരുപോലെ സ്വീകരിച്ച ആളാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ കാണുവാൻ കഴിയും. പിന്നെ നമുക്ക് ഈ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ യസീദ് ഇങ്ങനെ ആ ഭാഗത്തേക്ക് പോവുകയും അവിടെ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന കൂഫൻ ഗവർണറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അദ്ദേഹത്തെ വധിക്കുകയും ആൾക്കാരെ മുഴുവൻ കൊല്ലുകയും ഇമാം ഹുസൈൻ റളിയല്ലാഹുവിന്റെ തല വെട്ടിക്കൊണ്ട് അവസാനം കൂഫൻ ഭാഗത്തേക്ക് പോവുകയും അവിടെ എല്ലാവരെയും നാട്ടുകാരെ കാണിച്ചുകൊണ്ട് പിന്നീട് ദമസ്കസ് ഭാഗങ്ങളിലേക്ക് യാത്രയായി അവിടെ യസീദിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവങ്ങൾ മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. ഈ ഖിലാഫത്ത് മുലൂക്കിയത്തിൽ തന്നെ യസീദിന്റെ പ്രതികരണത്തെ അദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ട്. യസീദ് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും
ഹുസൈനിനെ കൊല്ലുവാൻ നിന്നോട് കൽപ്പിക്കുമായിരുന്നില്ല, എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടാകുമായിരുന്നില്ല, നീ എന്താണ് ഇത് ചെയ്തത്? അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഹുസൈനിന് മാപ്പ് കൊടുക്കുമായിരുന്നു, ഞാൻ നിന്റെ പൊസിഷൻ ആയിരുന്നെങ്കിൽ ഹുസൈനെ ഞാൻ കൊല്ലുമായിരുന്നില്ല എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ യസീദ് നടത്തിയതായും അദ്ദേഹം ഒരുപാട് കരഞ്ഞതായും എല്ലാം ചില ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. അത് ഇബ്നു കസീറൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട ചില സംഭവവികാസങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ പോലും മൗലാന മൗദൂദി ഇത്രയും പറഞ്ഞെങ്കിൽ പോലും ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ യസീദ് ഒന്നും ചെയ്തില്ല എന്നും അയാൾക്കെതിരെ നടപടിയെടുത്തില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതകത്തിൽ യസീദും പങ്കാളിയാണ് എന്നൊരു നിലപാടാണ് മൗലാന മൗദൂദി ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം ഇറാനിലും ഇറാഖും ചുറ്റുപാട് ഭാഗങ്ങളിലും ഒരു ഷിയഈ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ യസീദ് ഒരു ഫിറോനെ പോലെ വില്ലനായി മാറുന്നതും ഇമാം ഹുസൈൻ അദ്ദേഹം ഒരു മൂസ അലൈഹി ഇസ്ലാമിനെ പോലെ തന്നെ ഒരു നേതാവായി മാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് മുഹറത്തിൽ തന്നെ ഷഹീദായത് കൊണ്ട് ആ ഒരു പൊസിഷൻ അവർക്കിടയിൽ കൂടുതൽ നൽകപ്പെടുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് മൗലാന മൗദൂദിയുമായി ബന്ധപ്പെട്ട റസായിലോ മസായില് ഒരു ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ ഈ ഷീ ആൾക്കാർ സ്വഹാബികൾക്കെതിരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം മൗലാന മൗദൂദിയോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി മൗലാന മൗദൂദി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് ഷിയാക്കൾക്ക് അവരുടെ ആചാരങ്ങളൊക്കെ നിർവഹിക്കാം, അതിൽ യാതൊരു തടസ്സവുമില്ല. പക്ഷെ എന്താവാൻ പാടില്ല, ഈ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട തലമുറയിൽപ്പെട്ട ആൾക്കാർക്കെതിരെ പബ്ലിക്കായി മോശം വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം സുന്നി സമൂഹം അത് റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. എല്ലാവർക്കും മറ്റുള്ളവരുടെ സിമ്പലുകളെ എല്ലാവരും പരസ്പരം ആദരിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല അദ്ദേഹം പ്രത്യേകം ആ ഒരു ഫത്വയിൽ എടുത്ത് പറയുന്നത്, ആരെങ്കിലും സ്വന്തം പിതാവിനെ ശപിക്കുകയാണെങ്കിൽ അതാരും അംഗീകരിച്ചു കൊടുക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയവും. എന്നിട്ട് മൗലാന മൗദൂദി ഭരണകൂടത്തോടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, പൊതുജനമധ്യത്തിൽ വെച്ച് ഈ തരത്തിലുള്ള വിഭാഗീയത സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളെ ഭരണകൂടങ്ങൾ അത് ശ്രദ്ധിക്കണമെന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ അതൊരു വലിയൊരു കുഴപ്പത്തിന് കാരണമാവുമെന്നും മൗലാന മൗദൂദി ഭരണകൂടത്തോടു കൂടി കൂടുതൽ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മൗലാന മൗദൂദി ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു മൗലികമായ ഡിഫറൻസ് ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഈ ഷീ സുന്നികൾക്കിടയിലുള്ള വ്യത്യാസം എന്താണ്? മൗലാന മൗദൂദി പറയുന്നത്, സുന്നികൾ മുഴുവനും ഷിയാക്കൾ ബഹുമാന്യരായി ആദരിക്കുന്നവരെല്ലാവരെയും സുന്നികളും ആദരിക്കുന്നവരാണ്. കാരണം അഹ്ലുബൈത്ത് എന്ന് പറയുന്നത് സുന്നികളുടെയും കൂടി അഹ്ലുബൈത്താണ്. അവരുടെ പണ്ഡിതന്മാരെന്ന് പറയുന്നത് സുന്നി ഇമാമുമാരുടെയും ഉസ്താദുമാരായിരുന്നു എന്നൊക്കെ മൗലാന മൗദൂദി വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇതേപടി തിരിച്ച് പരിഗണിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഷീ നേതൃത്വം കൂടുതൽ സൂക്ഷിക്കേണ്ടതുണ്ടെന്നും പൊതുജന മധ്യത്തിൽ സുന്നി വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് ഉണ്ടാവുന്നതും മോശമാണെന്നും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടേതായ സ്വകാര്യ ഇടങ്ങളിലാണ് നടത്തേണ്ടതെന്നും മൗലാന മൗദൂദി ആ ഫത്വയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സുന്നികളുടെ താല്പര്യങ്ങളെ പരിഗണിക്കുന്ന ഷിയാക്കൾ ഈ ഒരു കാഴ്ചപ്പാടിനെ ഉൾക്കൊള്ളുന്നവരാണെന്നും എന്നാൽ അവർ തങ്ങളുടെ സമൂഹത്തിലുള്ള തീവ്ര നിലപാടുകാരെ തടയണമെന്നും മൗലാന മൗദൂദി അത് പറഞ്ഞുകൊണ്ട് പ്രത്യേകം ഉണർത്തുന്നത് നമുക്ക് കാണാം. കാരണം ഇതൊരു വളരെ അനുകമ്പ നിറഞ്ഞ ഷീ സമൂഹത്തോടു കൂടി തന്നെ അവരെ ഉപദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഫത്വയും കൂടെ ആയിട്ടാണ് നമുക്ക് ഇതിനെ കാണുവാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാന ഷീ സുന്നി പ്രശ്നങ്ങളിലെ പ്രധാന വിഷയമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരമായി കിട്ടിയ ഫദക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദപരമായ വിഷയം. അതിൽ ഷീ കാഴ്ചപ്പാട് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഈ ഫദക്ക് എന്ന് പറയുന്ന പ്രദേശം, മദീനയുടെ ചുറ്റുപാടുകളിലായിരുന്നു ആ പ്രദേശം ഉണ്ടായിരുന്നത്. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും അത് അവർക്ക് കൊടുക്കുകയും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണം വരെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യത്തിലായിരുന്നുവെന്നും പലപ്പോഴും ശപിച്ചിരുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കിതാബുകളിലും, അതായത് ഖുത്തൈബയുടെ വർക്കുകളിലുമെല്ലാം, ഖുത്തൈബയുടെ അൽ ഇമാമ വ സിയാസ എന്ന് പറയുന്ന രചനകളിലുമെല്ലാം
ഈ ഒരു സംഭവത്തെ പരാമർശിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് മൗലാന മൗദൂദി അതിനെ കൈകാര്യം ചെയ്യുന്നത് കാണാം. കാരണം ഈ കുത്തൈബയുടെ അൽ ഇമാമ വസിയാസ, അതിലാണല്ലോ ഈ സംഭവം ഉള്ളത്. അത് കുത്തൈബ എന്ന് പറയുന്നത് വളരെ അംഗീകൃതനായ അതോറിറ്റി ഉള്ള ഒരാളെന്ന നിലയിലാണ് അദ്ദേഹം പരിഗണിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അത് ഇന്റലക്ച്വലി അത് അസ്വീകാര്യമാണ്, സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് മൗലാന മൗദൂദി അതിനെ അവലോകനം ചെയ്തുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒന്നുകിൽ അത് കുത്തൈബയായി അദ്ദേഹം എഴുതി വെച്ചതല്ല, അല്ലെങ്കിൽ പിന്നീട് അത് ചേർത്തതാവാം എന്നും മൗലാന മൗദൂദി അതുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനത്തിൽ ചേർത്ത് പറയുന്നുണ്ട്. അതായത് കുത്തൈബ എഴുതിയല്ലെങ്കിൽ പിന്നീട് ചേർക്കപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് മൗലാന മൗദൂദി പറയുന്നുണ്ട്, ഇതിന് കുത്തൈബയുടെ കിതാബൊന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. സഹീഹ് ബുഖാരിയിലും മറ്റുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലുമെല്ലാം ഇതേ സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഹസരത്ത് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹുവിൽ നിന്ന് അത് വാങ്ങുകയും എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഹദീസ് അവിടെ പറയുന്നുണ്ട്, ഒരിക്കലും ഒരു പ്രവാചകന്മാർ അനന്തരം വിട്ടുകൊടുക്കുകയില്ല, അവർക്ക് ബാക്കിയാവുന്നത് സ്വതക്ക മാത്രമാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത് കണ്ടുകെട്ടുകയും അത് ബൈത്തുൽ മാലിലേക്ക് ചേർക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ്. ഇവിടെ ഇതിന് വിശദീകരിച്ചുകൊണ്ട് മൗലാന മൗദൂദി പറയുന്നത്, ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആ ഹദീസ് തെറ്റാണെന്നും അങ്ങനെ അതിനെ തള്ളിക്കളയേണ്ടതാണെന്നും ഫാത്തിമയോ അലി റളിയല്ലാഹു അൻഹുവോ അഹ്ലി കിതാബിലെ മറ്റൊരാരുമോ അതിനെ എതിർത്ത് പറഞ്ഞില്ല എന്നതാണ് മൗലാന മൗദൂദി വിശദീകരിക്കുന്നത്. അത് മാത്രമല്ല, ഈ അഹ്ലു ബൈത്തിൽ പെടുന്നത് ഫാത്തിമ മാത്രമല്ലല്ലോ, അത് നബിയുടെ ഭാര്യമാരുണ്ടല്ലോ, അവരാരും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മുന്നോട്ട് വന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു ഹദീസിനെ നബിക്ക് അനന്തരാവകാശം ഉണ്ടാവുകയില്ല, അതൊക്കെ സ്വതക്കയായി മാറുമെന്ന് പറയുന്ന ഹദീസിനെ തള്ളിക്കളയാൻ ആരും മുന്നോട്ട് വന്നില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് മൗലാന മൗദൂദി പറയുന്നത്, ഇനി അത് മുന്നോട്ട് വന്നു എന്ന് പറയുകയാണെങ്കിൽ അത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സ്വഭാവത്തിലുള്ള ഒരു മോശമായിട്ട് ചിത്രീകരിക്കുവാനും കാരണമാകും എന്ന് പറയുന്ന ഒരു വിശദീകരണം മൗലാന മൗദൂദി അതുമായി ചേർത്തുകൊണ്ട് പറയുന്നുണ്ട്. എന്നിട്ട് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് പൊതുവെ ഷീ ചരിത്ര വായനയിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവസാനം വരെയും പിണങ്ങുകയും എന്നിട്ട് അങ്ങനെ മരണപ്പെടുകയും ചെയ്തതാണെന്നാണല്ലോ പൊതുവെ പറയുക. എന്നാൽ അതിനേക്കാളും അപ്പുറം മറ്റു ചില ചരിത്ര റിപ്പോർട്ടുകൾ മൗലാന മൗദൂദി പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പോയി കാണുകയും അവരുമായി സമവായത്തിലെത്തുകയും പ്രശ്നം സോൾവ് ചെയ്യുകയും ചെയ്തു എന്നാണ്. വേറെയും ചില റിപ്പോർട്ടുകൾ മൗലാന മൗദൂദി വിശദീകരിക്കുന്നത്, അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ പോലും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞുകൊണ്ട് തന്നിലേക്ക് ചേർത്തില്ല. പകരം അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും പൊതുവായി കണ്ടതുപോലെ അലി റളിയല്ലാഹു അൻഹുവും അതിനെ പൊതുവായി തന്നെയാണ് കണ്ടത് എന്ന് മൗലാന മൗദൂദി ചരിത്രം വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു സമവായം ഉണ്ടായത് എന്നത് തന്നെയാണ് ശരിയെന്നും അതാണ് രണ്ടുപേരുടെയും സ്വഭാവത്തോടും അവരുടെ ധാർമ്മികതയോടും ചേർന്ന് നിൽക്കുന്നതെന്നും മൗലാന മൗദൂദി വിശദീകരിച്ച് പറയുന്നുണ്ട്. അതായത് ഞാനിവിടെ പറയുന്നത്, ഈ ഒരു വിഷയം ഇത്രയും വിശദീകരിക്കാൻ കാരണം സ്വഹാബിമാരെ മൗലാന മൗദൂദി വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചതെന്ന് ഖിലാഫത്ത് മുലൂക്കിയത്തിന്റെ കിതാബിനെ വിമർശിച്ചുകൊണ്ട് പലരും പറയുന്നത് കാണാം. എന്നാൽ സ്വഹാബിമാരുടെ ജീവിതത്തിന്റെ അവരുടെ പരിശുദ്ധതയെ മോശമായി കാണിക്കുന്ന സംഭവവികാസങ്ങളെ വളരെ സൂക്ഷ്മമായി അവലോകനം ചെയ്തുകൊണ്ട് അവരുടെ സ്വഭാവത്തെ സംരക്ഷിക്കാനുള്ള സമീപനമാണ് മൗലാന മൗദൂദി സ്വീകരിച്ചതെന്നാണ് നമുക്ക് ഷിഈ അവലോകനത്തിലൂടെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹയുടെയും സംഭവത്തിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹാബിമാരെ അവലോകനം ചെയ്തിട്ടുണ്ട് മൗലാന മൗദൂദി. അത് നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന വർത്തമാനത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ തേജോവധം ചെയ്യുക എന്നതിനേക്കാളും അപ്പുറം അതായത് ഇസ്ലാം തന്നെ അനുവദിച്ച മൗലികമായ ഒരു ക്രിട്ടിക് എന്ന നിലയിൽ നിന്നുകൊണ്ടാണ് മൗലാന മൗദൂദി സ്വഹാബികളെയും കൈകാര്യം ചെയ്തത്. ഈ ഒരു തരത്തിൽ ഇങ്ങനെ അവലോകനം ചെയ്തുകൊണ്ട് ചരിത്രത്തിന്റെ തെളിവ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഷിഈ പറയുന്ന പല വാദങ്ങളും ശരിയല്ലെന്നും എന്നാൽ പോലും അവരുടെ വാദങ്ങൾ തെറ്റാണെന്ന് പറയുന്ന അതേ സാഹചര്യത്തിൽ തന്നെ മൗലാന മൗദൂദി ഷിയാക്കളോട് വളരെ സഹൃദയമായ സമീപനം സ്വീകരിച്ചതായും നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെയാണ് മൗലാന മൗദൂദിയുടെ ഷിഈ ചരിത്ര വായനയോടും അവരുടെ ആശയങ്ങളോടുമുള്ള സമീപനം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.